കോഴിക്കോട് ജില്ലയിൽ ഇപ്രാവശ്യം അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് UDF കൊണ്ടുപോയി, കോർപ്പറേഷനിൽ UDF വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നു. അങ്ങനെ വളരെ വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ആ അത്ഭുതങ്ങളെ അട്ടിമറിക്കുന്ന പുതിയൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അതായത് 45 വർഷത്തിന് ശേഷം 1980 ശേഷം 2025 വരെ നടന്ന 21 വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായി CPM മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന 1980 NB മൊയ്തീന്, 82 മൂസാക്കുട്ടി, 87, 88, 87, 91, 96 വർഷങ്ങളിൽ TK ഹംസ മന്ത്രിയായിരുന്നു. പിന്നെ VKC മുഹമ്മദ് കോയ 2001, എളമരം കരീം 2011 വളരെ പ്രമുഖരെയൊക്കെ ജയിച്ച സ്ഥലമാണ്. മുഹമ്മദ് കോയ, VKC വീണ്ടും 2016, 2020 മുഹമ്മദ് റിയാസ്, അങ്ങനെ വളരെ പ്രമുഖരായ ആളുകൾ ജയിച്ചിട്ടുള്ള CPM. അതിന് മുമ്പേ ജയിച്ച ഞാൻ പറഞ്ഞു NB മൊയ്തീൻ തന്നെ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. 77 80 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം ജയിച്ചിട്ടുള്ള ആ മണ്ഡലത്തിൽ വളരെ കൃത്യമായ ചില തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വന്നു എന്നുള്ളതാണ് ബേപ്പൂരിന്റെ കഥ. പക്ഷെ ബേപ്പൂർ സുൽത്താനാകാൻ ഇപ്രാവശ്യം പോകുന്നത് ഞങ്ങളുടെ പ്രവചനവും കണക്കുകളും ഫീൽഡിൽ നിന്നുന്ന കണക്കുകളും അനുസരിച്ച് ബേപ്പൂർ സുൽത്താനാകാൻ പോകുന്നത് മുഹമ്മദ് റിയാസെ അല്ല, വളരെ കൃത്യമായി PV അൻവർ ആണ് അവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യം. PV അൻവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, PV അൻവർ അവിടെ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 67 CPM ആണ്. ഞാൻ 77 കാര്യം പറഞ്ഞുള്ളൂ. 67 CPM ആണ്. അപ്പൊ CPM കോൺഗ്രസ് എന്ന് പറഞ്ഞ് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം 21 തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിന് 49% വോട്ട് കിട്ടിയപ്പോൾ 32% വോട്ട് മാത്രമേ നിയാസിന് കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ PM നിയാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അവിടെയാണ് 32 നിന്ന് 17% വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ള മുഹമ്മദ് റിയാസ് ജയിച്ചെങ്കിൽ ആ 17% കൂടെ കവർ, അതിലൊരു 8%, 16, 8%, 9% വോട്ട് പിടിച്ചാൽ അൻവറിന് ഇത് മറിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ കൃത്യമായി. അത് മാത്രമല്ല, പ്രകാശ് ബാബു അവിടെ 15% വോട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു ചില പാർട്ടികളെല്ലാം കൂടി കുഞ്ഞു പാർട്ടികൾ കുറെ വോട്ട് പിടിച്ചിട്ടുണ്ട്. പാർട്ടികളെല്ലാം കുഞ്ഞു ആളുകൾ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ കഥയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ കാര്യമായി വോട്ട് പിടിച്ചത് മുഹമ്മദ് റിയാസ് തന്നെയാണ്. ഈ 15% പ്രകാശ് ബാബു, അതായത് പിന്നെ നമ്മുടെ BJPയുടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൻവർക്ക് വീണ്ടും വളരെ ശക്തമായി അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും. അതേസമയം നമ്മുടെ മരുമോൻ മുഹമ്മദ് റിയാസിന് ഇപ്പോഴത്തെ ആന്റി ഇൻകംബൻസും ഈ മുസ്ലിം വിരുദ്ധതയും, സജി ചെറിയാന്റെ മുസ്ലിം വിരുദ്ധതയും, അതുപോലെ ഇതെല്ലാം കൂടി കയറി വരുമ്പോൾ കോഴിക്കോട് വളരെ ശക്തമായ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ നടക്കും. അവിടെ നടക്കാൻ പോണ വോട്ടിംഗ് പാറ്റേണിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഒന്നടങ്കം UDF വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് അൻവറും കൂടെ മത്സരിക്കുമ്പോൾ അതിന്റെ മാനം മാറും. സാമ്പത്തികമാവട്ടെ, പ്രചരണ തന്ത്രങ്ങളാകട്ടെ, നിലമ്പൂർ മണ്ഡലത്തിൽ ഞെട്ടിപ്പിക്കുന്ന വോട്ടാണ് PV അൻവർ പിടിച്ചത്. അതുകൊണ്ട് മാത്രമല്ല UDFന്റെ ഭാഗമാണ്. അപ്പൊ ഇരട്ടിയാണ് മധുരം. UDFന്റെ ഭാഗമാണ് അൻവർ. അതുകൊണ്ട് തന്നെ അൻവറിന്റെ വോട്ടുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോൾ തീർച്ചയായും പിന്നെ LDFിലുള്ള ലീഗിന്റെ ഒരു പ്രദേശം കൂടിയാണ് അതിന്റെ വോട്ട്, പിന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട്, പിന്നെ ഇപ്പോൾ ഈ നായർ ഈഴവ ഐക്യം എന്നൊക്കെ പറഞ്ഞ് കുറെ ബഹളവും സതീശനെതിരെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമ്പരാഗതമായി CPM വോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെയും ബുദ്ധിജീവികളുടെയും അതുപോലെ CPMന്റെ യഥാർത്ഥ ഇടതുപക്ഷ സഹയാത്രികരുടെയും ഒരു വോട്ട് കൂടി ഇപ്രാവശ്യം നിർബന്ധമായും PV അൻവറിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസും PV അൻവറുമാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും PV അൻവർ സുഖമായി അവിടെ ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. നേരത്തെ ഒരു 10%, 12% വോട്ടിലാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. ഈ 10-12% വോട്ടിനെ മറിക്കാൻ പറ്റിയാൽ, അതിലൊരു 6-7% വോട്ട് കൂടി മറിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അവിടെ വലിയ ഭയങ്കരമായ സ്വീപ്പിംഗ് വിക്ടറി ഒന്നുമല്ല വന്നിട്ടുള്ളത്. എല്ലാ കാലം VKC മുഹമ്മദ് കോയയും INCയുടെ പിന്നെ ആദാം മുൾസിയും തമ്മിലെടുത്താൽ പോലും 35-44. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ഒരു 10, 12, 13% വോട്ടിന്റെ 15% വെച്ചോളൂ. ഒരു 15% വോട്ടിന്റെ കളി മാത്രമാണ് അവിടെ നടക്കുന്നത്. അത് മറിക്കാൻ ഒരു 6-7%, 7-8% വോട്ട് മറിക്കാൻ UDFനും കോൺഗ്രസിനും PV അൻവറിനും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PV അൻവർ അവിടെ ജയിച്ചിരിക്കും എന്നുള്ളതാണ് വളരെ കൃത്യം. അത് അല്ല, അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് PV അൻവർ പോകാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല, ലീഗ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നിന്നാൽ ജയിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ,
പിന്നെ ശതമാനത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 42 46% അവിടെയും 4. അതേസമയം എളമരം കരയും മത്സരിക്കുന്ന 2011 അബ്ദുൽ മുൾസിയും എളമരം കരീമും തമ്മിൽ 4% വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പഴയ കഥയിലോട്ട് പോകണം. 16%, 13%, 4%. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വലിയ സാധ്യത അവിടെ 4% ഉള്ള സമയത്താണെങ്കിൽ 2% മാറിയാൽ മതി. അപ്പോൾ വളരെ വലിയ സാധ്യതയാണ് അവിടെ കാണുന്നത്. തീർച്ചയായിട്ടും PV അൻവറിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് പിണറായിസം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിണറായിസം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി ഭരണത്തിന് 3ാമത്തെ ടൈം കൊടുക്കരുത്. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു അറ്റാക്ക് കൂടി PV അൻവറിൽ നിന്ന് വരുന്നതും അൻവറിന് ഗുണം ചെയ്യും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് CPIയിലെ ആളുകൾക്കൊന്നും പിണറായി വിജയന് ഇഷ്ടമല്ല. CPMലെ നല്ലൊരു വിഭാഗം ആളുകൾക്കും ഇപ്പോൾ പിണറായിയോട് ശത്രുത വന്നിട്ടുണ്ട്. 3ാം ഭരണം പിണറായി വരണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. 3ാം ഭരണമൊക്കെ അവർക്ക് ആവശ്യമുണ്ട്, പക്ഷേ പിണറായി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ MA ബേബിക്കുള്ള ശക്തിയില്ല, അവർക്ക് അതിനുള്ള ആരോഗ്യവുമില്ല, സാമ്പത്തികവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായും സംഘടനാപരമായും പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് കഴിയത്തില്ല. പക്ഷേ പിണറായിയെ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, പിണറായി നയിക്കും. അതൊരു വേറെ ഒരു ട്രിക്കാണ്. പിണറായി നയിക്കും, മുഖ്യമന്ത്രി ആരെന്ന് ഞങ്ങൾ ജയിച്ചിട്ട് തീരുമാനിക്കും. അതെന്ത് ന്യായമാണ്? മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ മത്സരിപ്പിക്കുകയും പിണറായി വിജയൻ ജയിക്കുകയും ചെയ്താൽ പിണറായി വിജയൻ തന്നെ LDF അറേഞ്ച് ചെയ്ത പിണറായി വിജയൻ തന്നെ ആവൂലേ മുഖ്യമന്ത്രി? അതല്ലേ അതിൻ്റെ തിയറി. പക്ഷേ അതിനെയും ഒരു കോൺഫിഡൻസ് ലെവൽ കുറവുള്ളതുകൊണ്ടാണ് MA ബേബി പറയുന്നത്. അതുമാത്രമല്ല, ഇന്നലത്തെ പാർട്ടി രേഖ അതും പ്രധാനമാണ്. പാർട്ടി രേഖ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പാർട്ടി രേഖ പറയുന്നത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അടി കിട്ടും എന്നാണ്. അങ്ങനെ അടി കിട്ടിയാൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ ഒരു കനൽത്തരി മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ സംവിധാനം വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യയിൽ. പിന്നെ കയറി വരിക കേരളത്തിൽ എളുപ്പമല്ല. കാരണം വാദിശക്തമായ രീതിയിൽ CPMലെ ആളുകളെ തന്നെ കൊണ്ടുപോയിക്കൊണ്ട് BJPയും കോൺഗ്രസും ഇവിടെ നിൽക്കുന്നു. ആയിഷ പോറ്റി കോൺഗ്രസിൽ പോയി, രാജേന്ദ്രൻ CPM BJP പോയി. അപ്പോൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും CPMൽ നിന്ന് ഒഴുകുന്നതിന് ഒരു കുറവുമില്ല. വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഒഴുക്ക് നടക്കും. ആ ഒഴുക്കിനെയൊക്കെ തടയാൻ അട്ടപ്പാടിയിലെ ഏരിയ സെക്രട്ടറി പോയി, തിരുവനന്തപുരം മംഗലാപുരത്തെ ഏരിയ സെക്രട്ടറി പോയി, BJPയിലേക്ക് പോകുന്നു, കുറച്ച് പേർ കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പോൾ വളരെ നല്ല ഒഴുക്കാണ് CPMൽ നിന്ന് ഈ പാർട്ടികളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, 2 പാർട്ടികൾ. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബേപ്പൂരിൽ ഈ ഫാക്ടറുകളെല്ലാം വർക്കൗട്ട് ചെയ്യും. ആദിവാസി വിഭാഗത്തിൽ CK ജാനുവിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും, PV അൻവറിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ആൻറ്റി ഇൻകംബൻസ് വോട്ടുകൾ വർക്കൗട്ട് ചെയ്യും, പിണറായിസത്തിനെതിരെയുള്ള വോട്ടുകൾ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ പല ഘടകങ്ങൾ തീർച്ചയായിട്ടും അവിടെ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് 100%. മാത്രമല്ല, VD സതീശന് ഇപ്പോൾ പണ്ടത്തെക്കാളും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടും കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ടും ഒരു മതേതരത്വത്തിൻ്റെ ലീഗ് കൂടെ ഉള്ളപ്പോഴും ഒരു മതേതരത്വ ലൈനിൽ കോൺഗ്രസ് വരുന്നു എന്നൊരു ചിന്ത കേരള സമൂഹത്തിൽ കിടപ്പുണ്ട്. അത് വളർത്തിയെടുക്കാൻ സതീശൻ്റെ ഈ പ്രസ്താവനകൾ കഴിയുന്നുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇടതുപക്ഷക്കാർ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക സാമൂഹ്യ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംവിധാനങ്ങളിൽ നിൽക്കുന്ന ഇടതുപക്ഷക്കാർക്ക് BJPക്ക് വോട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും. അവർ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനായിരിക്കും വോട്ട് ചെയ്യുന്നത്, അല്ല കോൺഗ്രസിനായിരിക്കും വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന വോട്ടും കോൺഗ്രസിന് കിട്ടും. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള അത് VD സതീശൻ അനാലിസിസ് കറക്റ്റാണ്. ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് UDFൻ്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളുടെ മാത്രമല്ല, അല്ലാതൊരു പൊതുസമൂഹത്തിൻ്റെ പൊതുമനസ്സ് ഇപ്പോൾ UDFലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോളൂ, PV അൻവർ അവിടെ മത്സരിച്ചാൽ PV അൻവർ ആയിരിക്കും MLA.